കണ്ണൂർ ശൈലി തലസ്ഥാനത്തും തലപൊക്കുന്നു എന്നാണ് സൂപ്പർ പ്രൈമിൻ്റെയും അടുത്തായി ചർച്ച ചെയ്യുന്നത്. മാധ്യമപ്രവർത്തകൻ ശ്രീ സണ്ണിക്കുട്ടി അബ്രഹാമും ഈ ചർച്ചയിൽ അല്പം വൈകിയാണെങ്കിലും പങ്കുചേരുകയാണ്. ശ്രീ സണ്ണിക്കുട്ടി അബ്രഹാം, ചർച്ചയുടെ ഒരു ആദ്യഘട്ടം കഴിഞ്ഞിരിക്കുന്നു. എങ്കിലും എനിക്ക് ഒരു മാധ്യമപ്രവർത്തന നില അങ്ങയുടെ പ്രതികരണം തേടേണ്ടതുണ്ട്. പിണറായി വിജയൻ ഭരണപരമായും രാഷ്ട്രീയപരമായും ഒക്കെ പ്രതിരോധത്തിലായിരിക്കുന്നതുകൊണ്ട് പിന്നെ അദ്ദേഹത്തിന് പൊതുവായി മാധ്യമങ്ങളോട് രാഗദ്വേഷ ബന്ധമാണ്. അതിൻ്റെയൊക്കെ പശ്ചാത്തലത്തിൽ ഇന്നുണ്ടായ അദ്ദേഹത്തിൻ്റെ ഒരു പ്രകോപനപരമായ നടപടി, അങ്ങനെയാണിത് പൊതുവിൽ വിലയിരുത്തപ്പെടുന്നത്. എന്താണ് താങ്കളുടെ ഒരു വിലയിരുത്തൽ? രാവിലെ മുതൽ ചില ആളുകൾ ഈ ഒരു വാദം ഉന്നയിച്ചുകൊണ്ട് ശ്രീ പിണറായി വിജയനെ പ്രതിരോധിക്കാനും ന്യായീകരിക്കാനും വളരെ ബുദ്ധിമുട്ടുന്നത് ഞാൻ കേൾക്കുകയും കാണുകയും ഉണ്ടായി. നേരത്തെയും കേരളത്തിൽ ഇതുപോലെ സംഭവവാസങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഇതുപോലെ വളരെ സങ്കീർണമായ അവസ്ഥാവിശേഷങ്ങളോടെ പല മുഖ്യമന്ത്രിമാരും മന്ത്രിമാരും കടന്നുപോയിട്ടുണ്ട്. ഇതിനേക്കാൾ വലിയ സംഘർഷങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അന്നൊന്നും വേറെ ഏതെങ്കിലും ഒരു മുഖ്യമന്ത്രിക്ക്, അതിൽ കോൺഗ്രസ് മുഖ്യമന്ത്രിമാരുണ്ട്, CPM മുഖ്യമന്ത്രിമാരുണ്ട്, പെട്ടെന്ന് കോപിക്കുന്ന ആളുകളുണ്ട്, സൗഹൃദത്തിൽ ഇവരാരും ഇത്തരത്തിൽ ഒരു പെരുമാറ്റം, ആ പെരുമാറ്റം എന്ന് പറയുന്നത് ഒരു പ്രത്യേക സാഹചര്യത്തിൽ നമുക്ക് വേണേൽ പറയാം, ഇപ്പം ഞങ്ങൾ യോഗം തുടങ്ങുകയാണ്, നിങ്ങൾ പുറത്തേക്ക് ഇറങ്ങി നിൽക്കണം എന്ന് പറയാം. അതല്ല പറയുന്നത്. കടക്കൂ പുറത്ത് എന്ന് പറയുമ്പോൾ ചില രാജാപ്പാട്ട് നാടകങ്ങളിലൊക്കെ നമ്മൾ കാണുന്ന പോലെ കടക്കൂ പുറത്ത്, അല്ലെങ്കിൽ കടന്നില്ലായിരുന്നുവെങ്കിൽ ആരവിടെ പിടിച്ചുകെട്ടു, ഈ രീതിയിലായിരിക്കും ഒരു അടുത്ത ഒരു തുടർ ഒരു സംഭാഷണം അങ്ങനെ നീങ്ങേണ്ടതാണ്. ഇത് എവിടുത്തെ ന്യായമാണ്, എവിടുത്തെ നീതിയാണ്? ഇത് ഞാൻ രാവിലെ ഒരു ചർച്ചയിൽ പറഞ്ഞാണെങ്കിലും പറയും, ഇതൊരു മന്ത്രിയുടെയോ നേതാവിൻ്റെയോ മകളുടെ കല്യാണ നിശ്ചയമല്ല, ചെറുമക്കളുടെ ആരുടെയും നൂലുകെട്ടല്ല. ഇത് കേരളം കാത്തിരുന്ന ഒരു വലിയ ഒരു ചർച്ച. കേരളം ഇപ്പോൾ ഈ സംഘർഷത്തിന് കാരണങ്ങൾ ആലോചിക്കുന്നു, അതിന് പരിഹാര മാർഗങ്ങൾ നിർദ്ദേശിക്കുവാൻ അത് ഗവർണർ പറഞ്ഞിട്ട്. അപ്പോൾ ഈ ഗവർണർ പറഞ്ഞതിൻ്റെയൊക്കെ ദേഷ്യം ഉണ്ടാവാം, ഒരുപക്ഷെ കുണ്ഠിതം ഉണ്ടാവാം, അസ്വസ്ഥത ഉണ്ടാവാം. ഇങ്ങനെ ഗവർണർ വിളിച്ചു, അല്ലെങ്കിൽ അസ്വസ്ഥജനകമായ സംഭവവികാസങ്ങൾ ക്രമസമാധാനവുമായി ബന്ധപ്പെട്ട് സംഭവിക്കുന്നു, സ്വന്തം പാർട്ടിയിൽ നിന്ന് വേണ്ടത്ര പിന്തുണ കിട്ടുന്നില്ല. ഇതൊക്കെ ഭരണാധിപന്മാരെ, വ്യക്തികളെയൊക്കെ അസ്വസ്ഥപ്പെടുത്താം. അത് പക്ഷേ വന്നിട്ട് ഇത് ഈ മാധ്യമപ്രവർത്തകരുടെ മേലെന്താണ് കുതിര കയറുന്നതെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. രസകരമായ മറ്റൊരു വ്യാഖ്യാനം കണ്ടത്, മന്ത്രി ഇപ്പോൾ ഈ ചർച്ചയിൽ എന്തൊക്കെ എങ്ങനെ വന്നതെന്ന് എനിക്കറിയില്ല, മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്നൊരു വിശദീകരണം കാണുകയുണ്ടായി. ഞങ്ങൾ ക്ഷണിച്ചിരുന്നില്ല എന്ന്. ക്ഷണിച്ചിട്ടാണോ വാർത്ത സംഭവിക്കുന്ന സ്ഥലങ്ങളിലേക്ക് മാധ്യമപ്രവർത്തകർ പോകുന്നത്? AKSന്റെ മുമ്പിൽ ഒരു സംഘർഷാവസ്ഥ ഉണ്ടായാൽ പാർട്ടി സെക്രട്ടറി ഒരു കുറിമാനം തന്നുവിടുകയാണോ മാതൃഭൂമി ബ്യൂറോയിലേക്കും മനോരമ ബ്യൂറോയിലേക്കൊക്കെ? നിങ്ങൾ വരണമോ ഒന്ന് റിപ്പോർട്ട് ചെയ്യണോ? അല്ലല്ലോ. എവിടെയാണോ വാർത്തകൾ സംഭവിക്കുന്നത് അവിടെ എത്തി അത് വാർത്ത റിപ്പോർട്ട് ചെയ്യുക എന്നുള്ളത് മാധ്യമപ്രവർത്തകരുടെ വളരെ ബേസിക്കായിട്ടുള്ളൊരു അവകാശമാണ്. ആ അവകാശത്തെ നമ്മളെന്താ ചെയ്യുക? അപ്പോൾ ആ വിശദീകരണത്തിൽ മറ്റൊന്നുണ്ട്. ഇത്തരം ഒരു യോഗം ഈ ക്ഷണിക്കപ്പെട്ടിട്ടില്ല എന്ന് പറയുകയാണെങ്കിൽ പിന്നെ ഇറങ്ങി വന്നിട്ട് മാധ്യമങ്ങളെ കണ്ടതോ? അല്ല, ഞാൻ പറഞ്ഞത് ഇറങ്ങി വന്നിട്ട് മാധ്യമങ്ങളെ കാണുമ്പോൾ അന്നേരം ക്ഷണിച്ചിട്ടല്ല, ഇല്ല, ക്ഷണിക്കാതെ. അതാണ് മാധ്യമപ്രവർത്തകർ ഓഫീസ് പോലും ഈ കാര്യത്തിൽ നല്ല ഒരു മറുപടി പോലും നല്ല മറുപടി ഇല്ലല്ലോ. മാധ്യമ പ്രവർത്തകരുടെ ഉടനെ എന്നാൽ പണങ്ങിയോട്ട് പോകല്ല. അവർക്കൊരു ഉത്തരവാദിത്വമുണ്ട്. എന്താണ് യോഗത്തിൽ നടന്നതെന്നുള്ളത് കാണിക്കണം. ഇത് സാധാരണ എപ്പോഴും ഇത്തരം യോഗങ്ങൾ നടക്കുമ്പോൾ ആദ്യം ഒരു പ്രാഥമിക വിഷയം എടുക്കുന്നു, പുറത്തു പോകുന്നു. ഈ വിഷയത്തിലെ മറ്റൊരു വളരെ രസകരമായ ചില കാര്യങ്ങൾ ഇങ്ങനെ ഇതിനകത്ത് പറയുന്നുണ്ട്. ഞങ്ങൾ ക്ഷണിച്ചിരുന്നില്ല. പിന്നെന്ന് പറയുന്നത്, ഇതുപോലൊരു യോഗം മാധ്യമപ്രവർത്തകരുടെ സാന്നിധ്യത്തിൽ സംഘടിപ്പിക്കാൻ പറ്റത്തില്ല, നടത്താൻ പറ്റത്തില്ല. ശരിയാ, മാധ്യമപ്രവർത്തകർ പോയി ഇതിനകത്ത് യോഗത്തിൽ പങ്കെടുത്ത് സംസാരിക്കാനല്ല. അതിൻ്റെ ആദ്യം വിശ്വസ് എടുക്കുന്നു, പുറത്തേക്ക് പോകുന്നു. അപ്പോൾ നമ്മുടെ ഉള്ളിലൊക്കെ ഒത്തിരി വിഷമങ്ങളും ഒക്കെ ഉണ്ടാകും. നമുക്ക് നമ്മുടെ വ്യക്തിപരമായ പ്രശ്നങ്ങൾ, നമ്മുടെ ജോലി ഇടങ്ങളിലെ പ്രശ്നങ്ങൾ, അതൊക്കെ വഴിയിൽ കാണുന്ന ആളുകളുടെ മേൽ, അല്ലെങ്കിൽ മാധ്യമപ്രവർത്തകർക്ക്, ഇവർക്ക് ഇപ്പോൾ ആർക്കും തട്ടാവുന്ന ഒരു ഇതായിട്ട് വന്നിരിക്കുന്നു. വരിയായിട്ട് നിന്ന് വളരെ ക്ഷമാപൂർവ്വം നമ്മുടെ മാധ്യമ സുഹൃത്തുക്കൾ അക്ഷരം പോലും മിണ്ടാതെ ഇനി പുറത്തു പോരുന്നത് കണ്ടു. പക്ഷേ പിന്നീട് മാധ്യമപ്രവർത്തകരെ കണ്ടപ്പോൾ ഒരു പെൺകുട്ടി, അതാരാണെന്ന് എനിക്ക് മനസ്സിലായിട്ടില്ല, ഈ പുരുഷ കേസരികളൊക്കെ അവിടെ നിൽക്കുമ്പോൾ ഒരു പെൺകുട്ടി മാത്രം, എന്തുകൊണ്ടാണ് CM രാവിലെ വിഷ്വൽ എടുക്കാൻ തടസ്സം, അതിനെപ്പറ്റി യാതൊന്നും പറയാനായിട്ട് ഞങ്ങൾ വന്നപ്പോൾ എന്തിന് തടഞ്ഞു എന്ന് ഒരു പെൺകുട്ടി, അതാരാണെന്ന് എനിക്ക് മനസ്സിലായില്ല. ആ പെൺകുട്ടിയെ ഞാൻ ഈ അവസരത്തിൽ അഭിനന്ദിക്കുക. പിന്നീട് പുരുഷന്മാരായ റിപ്പോർട്ടർമാരും ചോദിക്കുകയുണ്ടായി കേട്ടോ, സമാനമായ സ്ത്രീ ചോദിച്ചപ്പോൾ പിന്നെ പുരുഷന്മാർക്ക് ചോദിക്കാതിരിക്കാൻ പറ്റുമോ? അപ്പോൾ കടക്കൂ പുറത്തെന്ന് പറഞ്ഞപ്പോഴേക്കും അങ്ങ് ആക്രോശിക്കേണ്ട, ഞങ്ങൾ പോകാമെന്ന് പോലും ഒരു മാധ്യമപ്രവർത്തനം പറഞ്ഞില്ല, ഒരാൾ പോലും പറഞ്ഞില്ല. എനിക്ക് വളരെ സങ്കടം. അതൊക്കെ നാം സ്വയം വിമർശനപരമായി നിങ്ങൾ ചർച്ച ചെയ്യേണ്ടതാണ്. സമൂഹത്തിൽ എല്ലാ കാര്യങ്ങളും നിങ്ങൾ ചോദ്യം ചെയ്യുന്നു, പക്ഷേ ആ സമയത്ത് ഒരാൾ പോലും പറഞ്ഞില്ല. ശരിയാണ്. നമ്മൾ മുഖ്യമന്ത്രിയോട് വഴക്കിന് പോകണമെന്നല്ല ഞാൻ പറഞ്ഞത്. പക്ഷേ നമുക്ക് നമ്മുടെ കാര്യം പറയാമായിരുന്നു.
നമ്മൾ ഇൻസൾട്ട് ചെയ്യപ്പെടുകയാണ് കേട്ടോ മാധ്യമങ്ങൾ. എനിക്ക് അദ്ദേഹത്തോട് ഒരു വ്യക്തിപരമായി അദ്ദേഹം പല പരാമർശങ്ങളുമായിട്ടുണ്ട്. പക്ഷേ ഇതെന്ന് പറയുന്നത് ഒരു വളരെ നിർണായകമായ യോഗം റിപ്പോർട്ട് ചെയ്യാൻ കേരളം കാത്തിരിക്കുന്ന യോഗമാണ്. ഈ ഒരു യോഗത്തിലേക്ക് യോഗം സംഭവിക്കാനുണ്ടായ കാരണങ്ങൾ, അതിലേക്ക് നയിച്ച കാരണങ്ങളുടെ ഒരു ഉത്തരവാദിയായ ഒരു പാർട്ടിയുടെ നേതാവും കൂടിയാണ് അദ്ദേഹം. ഞാൻ ഒറ്റച്ചാരാണ് ചോദിച്ചോട്ടെ, നമുക്ക് ഇവർക്ക് പറയുമ്പോൾ ഇവർക്ക് മാധ്യമങ്ങളെ ഉപയോഗിക്കാൻ പറ്റുന്നില്ല. ഞാൻ ഒരു കാര്യം പറയാം. ആരെങ്കിലും അത് ഒരു പക്ഷേ നേരത്തെ പറഞ്ഞിട്ടുണ്ടാവും. അതായത് ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ നടന്ന സംഭവങ്ങൾ ഇന്ന് ആ യോഗം നടക്കുന്ന വേദിയിൽ ശ്രീ പിണറായി വിജയനും കോടിയേരി ബാലകൃഷ്ണനും ശ്രീ കുമ്മനം രാജശേഖരനും ശ്രീ മുരളീധരനും ഒക്കെ രാജേട്ടനൊക്കെയുള്ള യോഗമാണ്. ആ യോഗത്തിൽ ഒരു പുറംപൂച്ചിനെങ്കിലും അല്ലെങ്കിൽ ഒരു പ്രകടനപരമായിട്ടെങ്കിലും തമ്മിൽ കാണിക്കുന്ന ഒരു സൗഹൃദം, ഒന്ന് കൈ കൊടുക്കുന്നു, ചിരിക്കുന്നു, ആ ഒരു ദൃശ്യം പുറത്ത് സാധാരണ ജനങ്ങൾ കണ്ട അവർ കൊടുക്കുന്ന മെസ്സേജ് എന്താകുമായിരുന്നു? അപ്പോൾ അങ്ങനെ ഒരു ദൃശ്യം ആളുകൾ കാണണ്ടെന്ന് ആരെങ്കിലും മുൻകൂട്ടി തീരുമാനിച്ചു? ആ ഒരു ഇവിടെ അദ്ദേഹം പുറത്തിറങ്ങി വന്നതിന് ശേഷം പറഞ്ഞൊരു കാര്യമുണ്ട്. ഒരു തരത്തിലുള്ള അക്രമ സംഭവങ്ങളും ഉണ്ടാകരുത് എന്ന് പൊതുവേ തീരുമാനിച്ചു. രണ്ടു കൂട്ടരും രണ്ട് വിഭാഗത്തിൻ്റെയും അണികളിൽ ഇതുമായി ബന്ധപ്പെട്ടുള്ള ബോധവൽക്കരണത്തിനുള്ള നടപടികൾ സ്വീകരിക്കും. എല്ലാവിധ അക്രമ സംഭവങ്ങളിൽ നിന്നും ബന്ധപ്പെട്ട അണികൾ ഒഴിഞ്ഞു നിൽക്കുന്നതിനാവശ്യമായ ജാഗ്രത രണ്ടു കൂട്ടരും പാലിക്കേണ്ടതാണ്. എന്ന് വെച്ചാൽ അവനവൻ്റെ നിയന്ത്രണത്തിലല്ലാതിരിക്കുന്ന അണികളെ ബോധവൽക്കരിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെയൊരു പ്രവൃത്തി ഇവർ ചെയ്തിരിക്കുന്നത്. അപ്പോൾ ശ്രീ സണ്ണിക്കുട്ടി അബ്രഹാം ചൂണ്ടിക്കാട്ടുന്ന പോലെ അത് ഈ അണികളിലേക്ക് എത്തണമെങ്കിൽ പരസ്പരം ഇരുന്ന് ചർച്ച ചെയ്യുന്നതിൻ്റെ ദൃശ്യങ്ങൾ വേണം, ചർച്ച ചെയ്യുന്നതിൻ്റെ വേണ്ട. അപ്പോൾ പിന്നെ രഹസ്യങ്ങൾ മാധ്യമങ്ങൾ കേട്ടുവന്നാകും. വേണ്ടപ്പാ, അവിടെ ഈ പറയുന്ന തരത്തിൽ സൗഹൃദം പങ്കുവയ്ക്കുന്ന ഒരു ആദ്യത്തെ അന്തരീക്ഷമില്ലേ, അത് മതി. ഈ പറയുന്ന ബോധവൽക്കരണം എന്ന് പറയുന്നത് ദൃശ്യപരമായി തന്നെ എത്തില്ലേ, മാധ്യമങ്ങളുടെ വലിയൊരു അളവ് വരെ എത്തില്ലേ? അതെ. അപ്പോൾ അതിലേക്കൊന്നും നീങ്ങാതെ ഇതിൻ്റെയൊക്കെ അതിർവരമ്പുകൾ സ്വയം അങ്ങ് നിശ്ചയിക്കുകയാണ്. പൊതുപ്രവർത്തകൻ്റെ ജീവിതം അവരുടെ പ്രസംഗമോ ഒന്നുമല്ല, മാത്രമല്ല അവരുടെ ജീവിതം തന്നെ സാധാരണക്കാരായ ജനങ്ങൾക്കും അണികൾക്കും ഒരു സന്ദേശം ആകണം എന്ന് ആഗ്രഹിക്കുന്നവരാണ് ഞങ്ങൾ. ഇവിടെ പറഞ്ഞ് ഞങ്ങളുടെ പാർട്ടിയുടെ അണികളെയൊക്കെ തന്നെ ഞങ്ങൾ നിയന്ത്രിച്ചു കഴിഞ്ഞാൽ ഒരു പരിധി വരെ, ഒരു നല്ലൊരു ശതമാനം വരെ അവർ നിലയ്ക്ക് നിൽക്കും. ചില സ്ഥലങ്ങളിൽ പ്രാദേശിക പ്രതിരോധങ്ങൾ ഉണ്ടാകാറുണ്ട്. തീർച്ചയായും മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ നടന്ന ചർച്ചയുടെ കാര്യങ്ങൾ ഞങ്ങൾ അവിടേക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യും. പക്ഷേ ആ ചർച്ച കുറേ കൂടി വളരെ നല്ല രീതിയിലുള്ളൊരു സന്ദേശം കേരളത്തിന് കൊടുക്കാമായിരുന്നു. മാധ്യമങ്ങളുമായി ബന്ധപ്പെട്ട് ഒരു സൗഹാർദ്ദപരമായ ഒരു സമീപനം സ്വീകരിക്കാമായിരുന്നു. പക്ഷേ ഞാനിവിടെ പറഞ്ഞ പോയിന്റിൽ തന്നെ ഞാൻ ഉറച്ചു നിൽക്കുന്നു. അതോടൊപ്പം തന്നെ ഇവിടെ പലരും പങ്കുവച്ച ഒരു വികാരമൊക്കെ കൂടി വന്ന് ഇതിൻ്റെ പ്രശ്നം ഈ ചർച്ചയുടെ മാത്രമല്ല, മുഖ്യമന്ത്രിയുടെ ഭരണത്തിൽ മുഴുവനും പ്രതിഫലിക്കുന്നത്, അദ്ദേഹത്തിൻ്റെ ഭരണത്തിൽ മുഴുവൻ പ്രതിഫലിക്കുന്നത് ഈ മാനസികാവസ്ഥയാണ്. ഞാൻ താങ്കൾക്ക് തിരികെ എത്താം. ശ്രീ ചെക്കുട്ടിക്ക് ഇപ്പോൾ ഉടനെ പോകേണ്ടതുകൊണ്ട്. ശ്രീ എൻ പി ചെക്കുട്ടി, ഒരു കാര്യം കൂടി പോകുന്നതിന് മുമ്പ്, ഇവിടെ ഈ അണികളെ ബോധവൽക്കരിക്കുന്നു എന്ന് പറയുന്നു. ഇതിനു മുൻപ് പൊതുവിൽ ഇവരെടുക്കുന്ന നിലപാടെന്താണ്? ഞങ്ങൾക്ക് ബന്ധമില്ല, ഇനി ആരെങ്കിലും ഉണ്ട് എങ്കിൽ അവരെ സംരക്ഷിക്കില്ല. ആദ്യം ഞങ്ങൾക്ക് ബന്ധമില്ല എന്ന് പറയും, പിന്നെ ഉണ്ടെന്ന് വരികയാണെങ്കിൽ സംരക്ഷിക്കില്ല എന്ന് പറയും. ഇങ്ങനെ രണ്ടും പറയുന്നവർക്ക് എങ്ങനെയാണ് ഈ കാര്യം ചെയ്യാൻ കഴിയുക? വന്ന് ഒരുമിച്ചിരിക്കുക, ഒരുമിച്ചിരുന്നുകൊണ്ട് ഇത് തീർക്കുന്നതിനെ പറ്റി ചർച്ച ചെയ്യുക. കോൺഗ്രസ്സുകാരെ വിളിച്ചിട്ടില്ലല്ലോ. അപ്പോൾ യഥാർത്ഥത്തിൽ ആരാണിതിന് പിന്നിലെന്ന സ്വയം സമ്മതപത്രമല്ലേ ഇന്നത്തെ ഈ യോഗം? തീർച്ചയായും CPM-നെ സംബന്ധിച്ചിടത്തോളം അവരുടെ രാഷ്ട്രീയത്തിൽ കഴിഞ്ഞ കുറേ കാലങ്ങളെ, പ്രത്യേകിച്ച് കഴിഞ്ഞ 2-3 തെരഞ്ഞെടുപ്പ് നോക്കിക്കഴിഞ്ഞാൽ RSS-നെതിരായി BJP-ക്കെതിരായിട്ടുള്ള ഒരു ശക്തമായിട്ടുള്ള ഒരു ഡിഫൻസ് ഞങ്ങളാണ് എന്ന മട്ടിലുള്ള ഒരു പ്രചാരവേല കൊണ്ട് വലിയ തോതിൽ വോട്ടുകൾ നേടാനുള്ള ഒരു ശ്രമം അവർ നടത്തിയിട്ടുണ്ട്. പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ അവർ വലിയ തോതിൽ വിജയിച്ചിട്ടുണ്ട്. ഇത്തവണ ഒരുപക്ഷെ അസംബ്ലി തെരഞ്ഞെടുപ്പിലും പല മണ്ഡലങ്ങളിലും അവർ വിജയിക്കാനിടയാക്കിയത് ഈ ശക്തമായ സംഘപരിവാർ വിരുദ്ധ രാഷ്ട്രീയം ന്യൂനപക്ഷ വോട്ടുകളെ ആകർഷിക്കുന്നതുകൊണ്ട്. അപ്പോൾ ആ തരത്തിലുള്ള ഒരു രാഷ്ട്രീയ അജണ്ട മുന്നിൽ വെച്ചുകൊണ്ട് അവർക്ക് സംഘപരിവാറുമായിട്ട് ഈ സംഘർഷം നിലനിർത്തിക്കൊണ്ട് പോകാൻ രാഷ്ട്രീയമായിട്ട് അവർക്ക് ഗുണമുണ്ട്. പക്ഷേ ഭരണപരമായി നോക്കിക്കഴിഞ്ഞാൽ മുഖ്യമന്ത്രി അത് വലിയ ഒരു പ്രതിസന്ധിയെ അദ്ദേഹം നേരിടേണ്ടതായിട്ട് വരും. അങ്ങനെ ഒരു ക്രൈസിസ് അദ്ദേഹത്തിന് മുമ്പിലുണ്ട്. കാരണം ഒരു ഭരണാധികാരി എന്ന നിലയിൽ ക്രമസമാധാനം പുലർത്താനും രാജ്യത്ത് സമാധാനം ഉണ്ടാക്കാനുള്ള ഉത്തരവാദിത്വം അദ്ദേഹത്തിനുണ്ട്. അതേസമയം ഒരു പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം ഈ സംഘപരിവാര വിരുദ്ധ രാഷ്ട്രീയ പ്രചാരവേല സംഘപരിവാരവുമായി നിരന്തരം
നിരന്തരമായ സംഘർഷം അവർക്ക് രാഷ്ട്രീയമായി ബെനിഫിറ്റ് ഉണ്ടാക്കുന്നതാണ്. ഈ ഒരു ക്രൈസിസ് CPM-ൻ്റെ മുമ്പിലുണ്ട്. അതുകൊണ്ടാണ് CPM-ന് അണികളെ പലപ്പോഴും പിടിച്ചു നിർത്താൻ കഴിയാത്തത്. കാരണം സംഘപരിവാരവുമായിട്ടുള്ള സംഘർഷം നിലനിർത്തിക്കൊണ്ടുപോവേണ്ടത് രാഷ്ട്രീയമായി അവരുടെ ആവശ്യമാണ്. പക്ഷേ ഇത് കണ്ണൂർ അവർക്ക് ബെനിഫിഷ്യലാണ്. പക്ഷേ തിരുവനന്തപുരത്തേക്ക് എത്തുമ്പോൾ അത് വളരെ ആപൽക്കരമായ റിട്ടേൺസ് ഉണ്ടാക്കുന്നു. അതിന് റിപ്പർക്കഷൻസ് പൊളിറ്റിക്കലായിട്ട് ലാഭത്തെക്കാൾ നഷ്ടമാണ് എന്ന ബോധ്യവും അവർക്ക് വന്നുകൊണ്ടിരിക്കുന്നു. ഇതൊരു ക്രൈസിസാണ്. ആ ക്രൈസിസിനെ അവർ എങ്ങനെ നേരിടുന്നു എന്നുള്ളത് കേരളം കാത്തിരുന്ന് കാണേണ്ടത്. കാരണം ഇങ്ങനെ ഈ ഒരു എന്താ പറയുക, രണ്ട് അമ്മയുടെ കൂടെ കിടക്കും വേണം, അച്ഛൻ്റെ കൂടെ പോവും വേണം എന്ന മറ്റുള്ള രാഷ്ട്രീയം അധികകാലം അവർക്ക് തുടർന്ന് കൊണ്ടുപോകാൻ കഴിയില്ല. നന്ദി ശ്രീ എൻ പി ചെക്കുട്ടി പ്രതികരിച്ചതിന്. അഡ്വക്കേറ്റ് ജയശങ്കർ, കണ്ണൂരിൻ്റെ രീതി പരിചിതമാണ്. പക്ഷേ ഇപ്പോൾ പിണറായി വിജയൻ മുഖ്യമന്ത്രിയായിരിക്കുന്ന ഒരു ഘട്ടത്തിൽ അത് തിരുവനന്തപുരത്തേക്ക് പറിച്ചു നടപ്പെടുന്നത് എന്തുകൊണ്ടാണ്? അത് തിരുവനന്തപുരത്തേക്ക് മാത്രമല്ല, നാടിൻ്റെ നാനാഭാഗത്തേക്കും പറിച്ചു നടാനുള്ള ശ്രമം നടക്കുന്നുണ്ട്. ഇപ്പോൾ എറണാകുളം ജില്ല വളരെ ശാന്തമായൊരു പ്രദേശമാണ്. എല്ലാ പാർട്ടിക്കാരും വളരെ സ്നേഹത്തോടും സൗഹാർദ്ദത്തോടും കൂടി കഴിയുന്നവരാണ്. CPM-കാരാണെങ്കിലും CPI-കാരാണെങ്കിലും കോൺഗ്രസ്സുകാരാണെങ്കിലും ലീഗുകാരാണെങ്കിലും BJP-കാരാണെങ്കിലും പരസ്പരം സ്നേഹിച്ച് സഹകരിച്ച് പ്രവർത്തിക്കുക എന്നുള്ളതാണ് ഇവിടുത്തെ ഒരു രീതി. പക്ഷേ എറണാകുളം ജില്ലയിൽ പോലും ഈ അടുത്ത കാലത്ത് ഇങ്ങനെയുള്ള അനിഷ്ട സംഭവങ്ങളുണ്ടായി. അപ്പോൾ ഇത് കാണിക്കുന്നത് കേരളം കണ്ണൂരാക്കാനുള്ള ഒരു ശ്രമം ഇവിടെ ഉണ്ട് എന്നാരെങ്കിലും പറഞ്ഞാൽ നമുക്കത് നിഷേധിക്കാൻ പറ്റുകയില്ല. പണ്ട് കേരളം ഞങ്ങൾ ബംഗാളാക്കും എന്നാണ് പ്രഖ്യാപിച്ചിരുന്നെങ്കിൽ ഇപ്പോൾ കേരളം ഞങ്ങൾ കണ്ണൂരാക്കും എന്ന രീതിയിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത്. ഇത് ഒരിക്കലും ഒരു കാരണവശാലും ഒരു സംസ്ഥാനത്തിനും ഒരു സ്ഥലത്തും അത് അനുകരണീയമായ ഒരു മാതൃകയല്ല. കണ്ണൂർക്കാരെ ഞാൻ ആക്ഷേപിക്കുകയാണെന്ന് വിചാരിക്കരുത്. കണ്ണൂരെ ബഹുഭൂരിപക്ഷം ആളുകളും 99% ആളുകളും സമാധാന പ്രേമികളാണ്. പക്ഷേ കണ്ണൂരിൻ്റെ ഒരു വലിയ ദുഷ്പേര് എന്ന് പറയുന്നത് ഈ രീതിയിലുള്ള കുടിപ്പകയോളം എത്തിയ രാഷ്ട്രീയ വൈരാഗ്യമാണ്, രാഷ്ട്രീയ വൈരനിര്യാതനമാണ്. ഇത് ഇന്നൊന്നില്ല തുടങ്ങിയതല്ലേ വേണു. 1969 തുടങ്ങിയതാണ്. ഒന്ന് ആലോചിച്ച് നോക്കുക. ഇന്ത്യ രാജ്യത്ത് ഏതെങ്കിലും ഒരു സംസ്ഥാനത്ത് രണ്ട് രാഷ്ട്രീയ പാർട്ടികൾ തമ്മിൽ, രണ്ട് പ്രസ്ഥാനങ്ങൾ തമ്മിൽ ഇത്രയും സുദീർഘമായ ഒരു പക, ഇത്രയും സുദീർഘമായ ഏറ്റുമുട്ടലുകളുടെ, കൊലപാതകങ്ങളുടെ, സംഘർഷത്തിന്റെ ഒരു ചരിത്രമുണ്ടോ? ഒരു സംസ്ഥാനത്തും ഇല്ല. പക്ഷേ അഡ്വക്കേറ്റ് ജയശങ്കർ, ഈ കണ്ണൂർ കൊലപാതക പരമ്പരകളുടെ ഒരു തുടർച്ച വന്ന ഘട്ടത്തിൽ പിണറായി വിജയൻ അത്ഭുതപ്പെടുത്തുന്നൊരു പ്രസംഗമാണ് നിയമസഭയിൽ നടത്തിയത്. നമുക്ക് ആശയങ്ങളെ ഒരു വ്യക്തിയെ ഇല്ലായ്മ ചെയ്യുന്നതിലൂടെ ഇല്ലായ്മ ചെയ്യാൻ കഴിയില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ടൊരു ഒരു വലിയ ഗിരിപ്രഭാഷണം. അന്നത് കണ്ണൂരിനെ മാത്രമാണ് ബന്ധപ്പെടുത്തിക്കൊണ്ട് അദ്ദേഹത്തിന് പറയേണ്ടി വന്നത്. ഇന്നിപ്പോൾ അങ്ങനെ മാത്രമല്ല, അത് കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം വ്യാപിക്കുകയാണ്. അപ്പോൾ എന്താണ് ഒരു മറുവാദമായുള്ളത്? അപ്പോൾ ഈ വ്യക്തി സ്വമേധയാ ഒരു സമാധാനം ആഗ്രഹിക്കുന്നുണ്ട്, പക്ഷേ നിയന്ത്രണം ഭരണത്തിൻ്റെ കാര്യത്തിൽ മാത്രമല്ല പാർട്ടി അണികളുടെ കാര്യത്തിൽ നിന്നും കൈവിട്ടു പോകുന്നു എന്ന് പറയുന്ന ഒരവസ്ഥ അഭിമുഖീകരിക്കുന്നുണ്ടോ? ശ്രീ സണ്ണിക്കുട്ടി ഇബ്രാഹിം ചൂണ്ടിക്കാട്ടിയതുപോലെ അവനവൻ്റെ പാർട്ടിയിൽ നിന്ന് പോലും പിന്തുണയില്ല എന്നൊരാശങ്ക അദ്ദേഹത്തിനുണ്ടോ? ഒരിക്കലുമില്ല. അദ്ദേഹം വിചാരിച്ചാൽ ഈ ആക്രമണം ഇന്ന് ഇപ്പോൾ 9 മണിക്കാണെങ്കിൽ 9 മണിക്ക്, 10 മണിക്കാണെങ്കിൽ 10 മണിക്ക് അവസാനിപ്പിക്കാം. പറയേണ്ട രീതിയിൽ പറഞ്ഞാൽ മതി. ഈ രണ്ട് പാർട്ടിക്കാരും വിചാരിച്ചാൽ ഇത് സ്വിച്ച് ഓഫ് ചെയ്ത പോലെ ആക്രമണം നിർത്താം. ഒരു കാര്യമുള്ള കാര്യമല്ല. ഇവർ തമ്മിൽ എന്ത് പ്രശ്നത്തെക്കുറിച്ചാണ് ഈ തർക്കം ഉണ്ടാക്കുന്നത്? എന്താണ് ഇവിടുത്തെ യഥാർത്ഥ വിഷയം? ഒരു വിഷയവുമില്ല. ഇത് കൊല്ലങ്ങളായിട്ട് പരസ്പരം RSSകാർ CPM-കാർ കൊല്ലുക, CPM-കാർ RSSകാർ കൊല്ലുക. ഇതൊരു ചടങ്ങായിട്ട് മാറിയിരിക്കുകയാണ്, ഒരു അനുഷ്ഠാന കലയായിട്ട് മാറിയിരിക്കുകയാണ്. അത് തീർച്ചയായിട്ടും ഒരു സംസ്ഥാനത്തിനും ഉൾക്കൊള്ളാൻ കഴിയുന്നതല്ല, ആർക്കും അംഗീകരിക്കാൻ കഴിയുന്നതല്ല, ഒരു കാരണവശാലും നമുക്ക് പ്രോത്സാഹിപ്പിക്കാനും കഴിയുന്നതല്ല. എത്രയോ രാഷ്ട്രീയ പാർട്ടികളുണ്ട്. മുസ്ലിം ലീഗുകാരും RSSകാരും തമ്മിൽ ഏറ്റുമുട്ടലുണ്ടോ? ഇല്ല. ശരി. ശ്രീ VV രാജേഷ്, അഡ്വക്കേറ്റ് ജയശങ്കർ പറഞ്ഞതുപോലെ കത്തി താഴെയിടുന്ന കാര്യത്തിൽ ഒരുപാട് ആലോചനകൾക്കൊന്നും ആവശ്യമില്ല. ഇത്തരം ഔപചാരികമായ കൂടിക്കാഴ്ചകളുടെയും ആവശ്യമില്ല. നിങ്ങൾ തീരുമാനിച്ചാൽ നിൽക്കുന്നതാണ് അക്രമമെങ്കിൽ നിങ്ങൾ തീരുമാനിക്കാതിരിക്കുന്നുണ്ട് തുടരുന്നതുമാണ് അക്രമം. വേണോ? ഇപ്പോൾ തിരുവനന്തപുരത്തെ കാര്യമുണ്ട് താങ്കൾ രണ്ടാമത്തെ പാർട്ടി ചർച്ച ചെയ്യുന്നത്. തിരുവനന്തപുരത്ത് 3 കൊലപാതകങ്ങൾ, ചുരുക്കം വാക്കുകൾ, പട്ടികജാതി പ്രവർത്തകരാണ്, പട്ടികജാതി ആൾക്കാരാണ്. ഒന്ന് പാറശാല, ഒന്ന് കണ്ണമ്മൂല, ഒന്ന് ഇവിടെ രാജേഷിൻ്റെ കൊലപാതകം. ഞങ്ങളുടെ ഭാഗത്തുനിന്ന് ഏതെങ്കിലും തരത്തിൽ അത്തരത്തിലുള്ള പ്രതികരണം ഉണ്ടായിട്ടില്ല. തീർച്ചയായിട്ടും ഞങ്ങൾ പ്രത്യേകിച്ച് ഞങ്ങൾക്ക് ഏറ്റവും നല്ല അടുത്തുള്ള സ്ഥലമാണ് കണ്ണൂരിൽ. എത്ര കൊലപാതകം നടന്നു ഇങ്ങോട്ട്. ഞങ്ങൾ പ്രാദേശിക ചില തിരച്ചടികൾ ഒഴിവാക്കി കഴിഞ്ഞാൽ ഞങ്ങളുടെ ജില്ലാ സംസ്ഥാന നേതൃത്വങ്ങൾ എന്തെങ്കിലും അങ്ങനെ ഒരു ഇല അനങ്ങുന്നു എന്ന് പറഞ്ഞാൽ അപ്പോൾ തന്നെ ഞങ്ങൾ അതിനെ ശക്തമായിട്ട് ഞങ്ങളുടെ പ്രവർത്തകരെ നിയന്ത്രിക്കുക. പക്ഷേ ഞങ്ങൾ ഇനിയും പറയുന്നു, ഏതു തരത്തിലുള്ള വിട്ടുവീഴ്ചയ്ക്കും ഞങ്ങൾ തയ്യാറാണ്. ജനാധിപത്യപരമായിട്ട് എല്ലാവരും പ്രവർത്തിക്കുക. അതുകൊണ്ടാണല്ലോ ഇന്ന് തന്നെ മുഖ്യമന്ത്രിയുടെ ചർച്ചയിൽ പങ്കെടുത്ത് ഞങ്ങൾ അണികൾക്ക് നിർദ്ദേശം നൽകി കഴിഞ്ഞു. ശരി, ശ്രീ സണ്ണിക്കുട്ടി ഇബ്രാഹിം, ഇപ്പോൾ BJP-യെ സംബന്ധിച്ച് BJP അഹിംസയുടെ ഭാഗത്ത് നിൽക്കുന്നു എന്ന പ്രതീതി ഉണ്ടാക്കാൻ അവർക്ക് കഴിഞ്ഞു. അതിനേക്കാൾ വലിയൊരു രാഷ്ട്രീയ തിരിച്ചടി പിണറായി വിജയൻ എന്ന ഭരണാധികാരിക്ക് നേരിടാനുണ്ടോ? അങ്ങനെ ഇപ്പോൾ ഇന്നലെയോ മിനിഞ്ഞാന്നോ നടന്ന സംഭവവികാസങ്ങളുടെ പേരിൽ
BJP പെട്ടെന്ന് ഒരു അഹിംസാ പാർട്ടിയായി മാറി എന്നൊക്കെ പറഞ്ഞാൽ കേരളത്തിലെ പത്രം വായിക്കുകയും കാര്യങ്ങൾ വളരെ ഭംഗിയായിട്ട് അപഗ്രഥിക്കുകയും ചെയ്യുന്ന ആളുകളൊന്നും അതൊന്നും വിശ്വസിക്കത്തില്ല. ഞാനിപ്പോൾ ഇവിടെ ശ്രീ അഡ്വക്കേറ്റ് ജയശങ്കർ പറഞ്ഞ കാര്യത്തിന് ചെറിയൊരു ഭേദഗതി ഭേദഗതി പറയാൻ ആഗ്രഹിക്കുകയാണ്. BJPക്കാരിൽ നിന്ന് നമ്മൾ നന്മയൊന്നും പ്രതീക്ഷിക്കേണ്ട. കാരണം അവരിപ്പോൾ ഒരു ഉന്മാദാവസ്ഥയിലാണ്. അവർ മോഡി ഇങ്ങനെ ഓരോ സംസ്ഥാനങ്ങൾ പിടിച്ചടക്കി പണം കൊടുത്തും പ്രലോഭിപ്പിച്ചും ഭീഷണിപ്പെടുത്തിയും പിടിച്ചടക്കി ഇനി BJP അല്ലാതെ മറ്റാരുമില്ല എന്നുള്ളൊരു ധാരണ പരത്തി കേരളത്തിൽ അതിൻ്റെതായ ഗുണഫലങ്ങൾ സദ്ഫലങ്ങളൊക്കെ കൊയ്യാൻ വേണ്ടി കാത്തു നിൽക്കുന്നു. പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിൽ ഒക്കെ നിൽക്കുകയാണ്. അപ്പോഴാണ് ഈ മറ്റേ ഗതികേട് പോലെ ഈ വാൾ വന്ന് വീണത്, അഴിമതി ആരോപണത്തിൻ്റെ വാൾ വന്ന് വീഴുന്നു. അവരുടെ പ്രതിച്ഛായ നഷ്ടം വളരെ നമ്മുടെ ഈ ചില സെൻസെക്സ് ഒക്കെ അങ്ങോട്ട് ഇടിഞ്ഞു പോകുന്ന പോലെ അങ്ങ് ഇനി താഴേക്ക് പോകുന്നു. അപ്പോൾ അവർക്ക് ഇതിലൊക്കെ ഒന്ന് പിടിച്ചു നിൽക്കണം. അവർക്ക് അടുത്ത പാർലമെൻറ്റ് തിരഞ്ഞെടുപ്പിലേക്കുള്ള സ്വപ്നങ്ങൾ വീണ്ടും പുനരുജ്ജീവിപ്പിക്കണം. അപ്പോൾ അവരെന്തും ചെയ്യും. അവരിവിടെ ABVP SFIയും തമ്മിലുള്ള തർക്കം സംഘർഷം അത് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ മുതലെടുത്തുകൊണ്ട് അവർ അതിൻ്റേതായ ഫലങ്ങൾ കൊയ്യാനായിട്ട് ശ്രമിക്കും. പക്ഷേ ഇവിടെ ശ്രദ്ധിക്കേണ്ടത് CPM ആണ്. കാരണം CPM ആണ് ഭരിക്കുന്നത്. CPMൻ്റെ നേതൃത്വത്തിലുള്ള മന്ത്രിസഭ അവരുടെ എല്ലാ സംവിധാനങ്ങളും ഉണ്ട്. BJPയുടെയോ RSSൻ്റെയോ ഭാഗത്തു നിന്നുണ്ടാകുന്ന ഏത് അക്രമ സംഭവങ്ങളെയും ഈ രീതിയിൽ ഈ നിയമാധിഷ്ഠിതമായ രീതിയിൽ അതിനെ തടയുന്നതിനും നിയന്ത്രിക്കാനും ശ്രമിക്കുകയാണെങ്കിൽ ജനങ്ങളുടെ പിന്തുണ ഉണ്ടാകും. അല്ലാതെ അണികളെ ഇറക്കി വിട്ട് എത്ര റൺസ് അടിച്ചു അല്ലെങ്കിൽ എത്ര ഗോൾ അടിച്ചു എന്നുള്ള രീതിയിലേക്ക് കാര്യങ്ങൾ കൊണ്ടുപോകുന്നത് ഗവൺമെൻറ്റിന് ഭൂഷണമല്ല, CPMന് ഭൂഷണമല്ല, പിണറായി വിജയന് ഭൂഷണമല്ല. പക്ഷേ ഒറ്റ കാര്യം കൂടി ഞാൻ ഓർപ്പിക്കട്ടെ. ഇന്ന് ശ്രീ V മുരളീധരൻ്റെ ഒരു പ്രസ്താവന കണ്ടു. ഇവിടെ ഈ രീതിയിലുള്ള സംഘർഷങ്ങൾ തുടരുകയാണെങ്കിൽ കേന്ദ്രം ഇടപെടും, കേന്ദ്രം ഇടപെട്ട് എന്തൊക്കെയോ മൂക്ക് ചെത്തിക്കളയുന്നൊക്കെ ഉള്ള ഒരു വർത്തമാനങ്ങൾ കണ്ടു. ഇതും കേരളം വളരെ ജാഗ്രതയോടുകൂടി ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. UPയിലൊക്കെ എന്താണ് നടക്കുന്നറിയാം. ഇവിടെ നടന്ന ചില അക്രമ സംഭവങ്ങൾ അതിനെ ഞാൻ ചെറുതാക്കി കാണിക്കില്ല. സംഭവങ്ങളുടെ പേരിൽ ഈ കേന്ദ്രത്തെ ഇടപെടിക്കുന്നു പറഞ്ഞ ഒരു ഭീഷണി അത് BJPക്കാരെ താഴെ വയ്ക്കുന്നതായിരിക്കും നല്ലത്. വളരെയധികം നന്ദി. ചർച്ചയിൽ പങ്കെടുത്ത എല്ലാവർക്കും. സൂപ്പർ പ്രൈം ടൈം അവസാനിക്കുന്നു.